അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു ഹദീസ് ആവർത്തിച്ചു വന്നത് കാണാം. അതെന്താണെന്നറിയോ? മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ, ഒരാൾ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെയാണ് മരണപ്പെട്ടു പോയതെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണ്. വമൻ മാത യുശ്രികു ബില്ലാഹി ശൈഅ, ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടത് അല്ലാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ടാണെങ്കിൽ ദഖലൻ നാറ, അയാൾ നരകത്തിൽ പ്രവേശിക്കുമെന്ന് ആശങ്കകൾക്കിടമില്ലാത്ത വിധം തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സമസ്തയിൽപ്പെട്ടവരും സുന്നികളായ നമ്മളും പ്രിയപ്പെട്ടവരല്ലാത്ത മുസ്ലിങ്ങളും ഒക്കെ ഇന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞ വാക്കാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തടഞ്ഞു വെച്ച ഒന്ന് വാങ്ങിത്തരാനോ ആരുമില്ല എന്ന് നിസ്കാരത്തിന് ശേഷം പറയുന്ന മുസൽമാനെ, അതിനേക്കാൾ ഗൗരവമായ അർത്ഥത്തോടുകൂടി അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന വാചകമാണിത്. ഇന്നറാദനിയല്ലാഹു ബിളുർ, അള്ളാഹു ഒരു ആപത്ത് വിപത്ത് കെടുതി കൊടുക്കാനാണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ ഹൽ ഹുന്ന കാശിഫാതു ളുർരിഹി, ആരുണ്ടോ ആ വിപത്തിനെ മായിച്ചു കളയാൻ തട്ടി മാറ്റാൻ ആർക്ക് കഴിയുമെന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഔ വറാദനി ബിറഹ്മ, അല്ലാഹു കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, ഞാൻ ഒരാൾക്ക് ഒരു റഹ്മത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. റബ്ബ് പറയുകയാണ്, എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, ആ റഹ്മത്തിനെ പിടിച്ചു കെട്ടാൻ, കൊടുക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കാൻ പിടിച്ചു വെക്കാൻ ആരുണ്ടോ ഇവിടെ? പറയൂ മുഅ്മിനേ, പറയൂ മുസ്ലിമേ, ഖുൽ ഹസ്ബിയല്ലാഹ്, എനിക്ക് എൻ്റെ റബ്ബ് മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ബരമേൽപ്പിക്കുന്നവർ അവന്റെ മേൽ ബരമേൽപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഈ ആയത്തുകളൊക്കെ കാണുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്നവരാണ് സമൂഹത്തോട് പറയുന്നത്, മമ്പുറന്തങ്ങൾ കാണാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവരോട് പൊറുക്കലിനെ ചോദിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല, CM അറിയാതെ നിങ്ങൾക്ക് കരയാനും ചിരിക്കാനും കഴിയില്ല എന്ന് പാപപ്പെട്ട ഉമ്മത്തിന്റെ മുന്നിൽ പറഞ്ഞതുകൊണ്ട് ഇവർക്കുള്ള ലാഭം എന്താണ്? അള്ളാഹുവിൽ നിന്ന് അകറ്റി അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനമാണ് ഈ സംസാരത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്.